നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSc +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. മലയാള സാഹിത്യ വിഭാഗത്തിലെ തൂലികാനാമങ്ങൾ എന്ന ടോപ്പിക്കാണ്. ഇതിനു മുന്നേ ഇതിനൊപ്പം ഉണ്ടായിരുന്ന അപരനാമങ്ങൾ എന്ന ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് തൂലികാനാമങ്ങൾ ഡിസ്കസ് ചെയ്യാം. വളരെയധികം പ്രധാനപ്പെട്ട തൂലികാനാമങ്ങളും PSc റിപ്പീറ്റ് ചെയ്ത തൂലികാനാമങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ തൂലികാനാമം പാറപ്പുറത്ത്. പാറപ്പുറത്ത് KE മത്തായി. അപ്പോൾ മത്തായി ആണ് പാറപ്പുറത്തിരിക്കുന്നത്. പാറപ്പുറത്ത് ആരാണ്? KE മത്തായി ആണ്, ഓർക്കുക. വിലാസിനി MK മേനോൻ. വിലാസിനി ആരാണ്? MK മേനോൻ. കോവിലൻ. കോവിലൻ VV അയ്യപ്പനാണ്. കോവിലൻ ആരാണ്? VV അയ്യപ്പനാണ്. ഇൻഷലടക്കം പഠിക്കുക, VV അയ്യപ്പനാണ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ് ആണ്. കാക്കനാടനും ഇമ്പോർട്ടൻ്റ് ആണ്. ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. ചെറുകാട് റിപ്പീറ്റഡ് ചോദ്യമാണ്. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. ചെറുകാട് ആരാണ്? C ഗോവിന്ദ പിഷാരടി. ആശാമേനോൻ. ആശാമേനോൻ K ശ്രീകുമാർ ആണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്. ആശാമേനോൻ K ശ്രീകുമാർ. K ശ്രീകുമാർ. മാലി മാധവൻ നായർ. മാലി മാധവൻ നായർ. അടുത്തത് ആനന്ദ്. ആനന്ദ് P സച്ചിദാനന്ദനാണ്. രണ്ട് സച്ചിദാനന്ദനുണ്ട്, അതിൽ P സച്ചിദാനന്ദനാണ് ആനന്ദ്. ഉറൂബ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. പ്രഭ. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. പ്രഭ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഏകലവ്യൻ KM മാത്യു ആണ്. KM മാത്യു ആണ് ഏകലവ്യൻ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നന്ദനാർ PC ഗോപാലൻ ആണ്. നന്ദഗോപാലൻ എന്ന് ചേർത്ത് പഠിച്ചാൽ മതി. നന്ദനാർ ആരാണ്? PC ഗോപാലൻ ആണ്. ബെന്യാമിൻ ബെന്നി ഡാനിയൽ. ബെന്യാമിൻ ആരാണ്? ബെന്നി ഡാനിയൽ ആണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. പ്രേംജി MP ഭട്ടതിരിപ്പാടാണ്. ആരാണ്? MP ഭട്ടതിരിപ്പാട്. MP ഭട്ടതിരിപ്പാടാണ് പ്രേംജി. തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ളയാണ്. തോപ്പിൽ ഭാസി ആരാണ്? ഭാസ്കരൻ പിള്ള. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഒളപ്പമണ്ണ ആരാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. സിനിക്ക് M വാസുദേവൻ നായർ. സിനിക്കാരാണ്? M വാസുദേവൻ നായരാണ്. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായർ. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായരാണ്. P അയ്യനേത്ത് ആരാണ്? AV പത്രോസ് ആണ്. AV പത്രോസിന്റെ തൂലികാനാമമാണ് P അയ്യനേത്ത്. ഈ പറയുന്നെല്ലാം എഴുതിയെടുക്കുക. അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം. ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ ആരുടെ തൂലികാനാമമാണ്? KK നീലകണ്ഠൻ. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇന്ദുചൂടൻ ആരുടെ തൂലികാനാമമാണ്? KK നീലകണ്ഠൻ. പവനൻ PV നാരായണൻ നായർ. പവനൻ ആരാണ്? PV നാരായണൻ നായരാണ്. മൂലൂർ സരസകവി മൂലൂർ S പത്മനാഭ പണിക്കർ. മൂലൂർ S പത്മനാഭ പണിക്കർ. G എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. G എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. P എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. P കുഞ്ഞിരാമൻ നായരാണ്. കേസരി A ബാലകൃഷ്ണപിള്ളയാണ്. കേസരി A ബാലകൃഷ്ണപിള്ളയാണ്. സുമംഗല ലീല നമ്പൂതിരിപ്പാടാണ്. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ലീല നമ്പൂതിരിപ്പാടാണ്. വൈശാഖൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. MK ഗോപിനാഥൻ നായർ. വൈശാഖൻ ആരാണ്? MK ഗോപിനാഥൻ നായർ. സുരേന്ദ്രൻ EMS നമ്പൂതിരിപ്പാടിന്റെ തൂലികാനാമമായിരുന്നു സുരേന്ദ്രൻ. സുരേന്ദ്രൻ EMS നമ്പൂതിരിപ്പാട്. ബാലമുരളി ONV കുറുപ്പ്. ബാലമുരളി ആരാണ്? ONV കുറുപ്പാണ്. MRB M രാമൻ ഭട്ടതിരിപ്പാട്. M രാമൻ ഭട്ടതിരിപ്പാടാണ് MRB. അടുത്തത് നോക്കാം. സഞ്ജയൻ. സഞ്ജയൻ മാണിക്കോത്ത് രാമുണ്ണി നായർ. മാണിക്കോത്ത് രാമുണ്ണി നായർ അല്ലെങ്കിൽ MR
നായർ. മാണിക്കോത്ത് രാമുണ്ണി നായർ അല്ലെങ്കിൽ MR നായരാണ് സഞ്ജയൻ. സാഹിത്യ പഞ്ചാനനൻ PK നാരായണ പിള്ള. അപ്പൊ സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെട്ടത് ആരാണ്? PK നാരായണ പിള്ള. സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സുമിത്ര ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. ഇടമറുക് TC ജോസഫ് ആണ്. ഇടമറുക് ആരാണ്? TC ജോസഫ് ആണ്. ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി ആരാണ്? രാഘവൻ പിള്ളയാണ്. ഓംചേരി N നാരായണ പിള്ള. ഓംചേരി N നാരായണ പിള്ള. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? ചെറിയാൻ മാപ്പിളയാണ്. ശ്രീകുമാർ എന്ന തൂലികാനാമത്തിൽ ആദ്യകാലങ്ങളിൽ കവിതകൾ എഴുതിയിരുന്നത് സുഗതകുമാരിയാണ്. അപ്പൊ ശ്രീകുമാർ എന്ന തൂലികാനാമത്തിൽ ആദ്യകാലങ്ങളിൽ കവിതകൾ എഴുതിയിരുന്നത് ആരാണ്? സുഗതകുമാരിയാണ്. മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ ആദ്യകാലങ്ങളിൽ ചെറുകഥകൾ രചിച്ചിരുന്നത് C ഗോവിന്ദ പിഷാരടിയാണ്. ആരാണ്? മലങ്കാടൻ C ഗോവിന്ദ പിഷാരടിയാണ്. കപിലൻ K പത്മനാഭൻ നായരാണ്. കപിലൻ ആരാണ്? K പത്മനാഭൻ നായരാണ്. കാനം EJ ഫിലിപ്പാണ്. കാനം EJ ഫിലിപ്പാണ്. അപ്പോൾ ഈ 42 തൂലികാനാമങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇത് തന്നെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ആ സെറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, ഒരെണ്ണം ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപരനാമത്തിൽ നിന്നും ഒരെണ്ണം. ഇതെല്ലാം പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അൺഅക്കാഡമിയിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും മറ്റു നോട്ട്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ. കൂടാതെ അൺഅക്കാഡമിയിലെ പെയ്ഡ് ക്ലാസ്സസ് ഇനി തുടങ്ങാൻ പോകുന്ന ബാച്ച് കോഴ്സസ് 12th ആൻഡ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. ദൗത്യം ബാച്ച് 3 ഇത് 60 ദിവസത്തെ ഡിഗ്രി ലെവൽ കോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 15th മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഈ കോഴ്സിൽ ഹിസ്റ്ററി വിഭാഗം ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റ് മുൻനിര എഡ്യൂക്കേറ്റേഴ്സും ഈ കോഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടാതെ ഒരു തവണ നിങ്ങളിപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ടൈമിലുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദൗത്യം മാത്രമല്ല, അപ്പോൾ തുടങ്ങുന്ന ബാക്കി എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ 12th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു 25 ഡേ ദിശ ബാച്ച് 7 എന്ന പേരിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 17-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസിനെ പറ്റി പറയാം. ഇനി വരുന്ന 13, 27 മാർച്ച് 13-നും 27-നും അൺഅക്കാഡമി ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്. ഇതിൽ ആദ്യ 3 റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷനും 4 മുതൽ 13 വരെയുള്ള റാങ്കുകളിൽ വരുന്നവർക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ സ്കോളർഷിപ്പും 14 മുതൽ 20 വരെ റാങ്ക് ഉള്ളവർക്ക് 50% സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ്സ് അൺലോക്ക് ചെയ്യും.